ഡൽഹിയിൽ LDF നടത്തുന്ന സമരം ഒരു തട്ടിപ്പാണ്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഡൽഹിയിൽ നടക്കുന്ന ഈ സമരം. കഴിഞ്ഞ 7.5 വർഷമായി കേന്ദ്രത്തിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ഒരക്ഷരം സംസാരിക്കാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൊടുന്നതിനെ ഒരു സമരത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്നെല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് മുട്ടുവിറയ്ക്കുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ സമരത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം ഇവിടെ നടക്കുന്ന അഴിമതിയും കൊള്ളയും കമ്മീഷൻ ഇടപാടുകളുമാണെന്ന് എല്ലാവർക്കും അറിയാം. അഴിമതിയും ധൂർത്തും കൊണ്ട് കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ തകർച്ചയിലേക്ക് എത്തിച്ച ശേഷം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കൈക്കൊണ്ടുവരുന്നത്. കേന്ദ്രം തരാനുള്ളത് തരണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കേന്ദ്രത്തിനും BJPക്കുമെതിരെ കോൺഗ്രസ് നിരന്തരമായ പോരാട്ടം നടത്തിയപ്പോഴൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗനം പാലിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭയഭക്തി ബഹുമാനത്തോടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്നതും കേരളം കണ്ട കാര്യമാണ്. കേരളത്തിന്റെ ആവശ്യത്തെപ്പറ്റി ഒരു അക്ഷരം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതിനെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമരമാണോ എന്നറിയില്ല, പൊതുയോഗമാണോ എന്നറിയില്ല. ഇടതുമുന്നണിക്ക് തന്നെ ആശയക്കുഴപ്പമാണ്. ഇത് സമരമാണോ പൊതുയോഗമാണോ? അപ്പോൾ ഇത് കേവലം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇതുകൊണ്ട് ഒരു പ്രയോജനവും കേരളത്തിനുണ്ടാകാൻ പോകുന്നില്ല, ആ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കർണാടകത്തിന്റെ സമരം വ്യത്യസ്തമായൊരു സമരമാണ്. കർണാടകത്തിന് കിട്ടേണ്ട ന്യായമായ 1,25,000-ത്തിലധികം കോടി രൂപ, 1,87,000 കോടി രൂപ കിട്ടാത്ത ഒരു സാഹചര്യം പ്രത്യേകമായി നിലനിൽക്കുകയാണ്. അത് നടത്തിയ സമരവും ഈ സമരവും തമ്മിൽ യാതൊരു താരതമ്യവും നമുക്ക് നടത്താൻ കഴിയില്ല. ഇവിടെ കേരളത്തിലെ അഴിമതിയും കൊള്ളയും നടത്തി കമ്മീഷൻ ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റ് 7.5 വർഷക്കാലം ഒരു പരാതിയുമില്ലാതിരുന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് സമരത്തിലേക്ക് എടുത്തു ചാടുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്.